ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രൈഡൽ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് വേറെ ആരുമില്ല, മീനു ലംബയാണ്. മീനു ലംബ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനു ലംബ എൻ്റെ കരളിൻ്റെ കരളാണ് എന്ന് പറയാൻ പറഞ്ഞു. എൻ്റെ കരളിൻ്റെ കരളെന്നല്ല. അപ്പം മീനു ലംബയെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ദിസ് ഇസ് മീനു ലംബ. മീനു സേ ഹായ്. മീനു അത്ര വലിയ ബ്രൂട്ടീഷ്യനൊന്നും അല്ല എന്ന് എല്ലാവരോടും പറയാൻ പറഞ്ഞു. എനിക്ക് വയ്യ, നോക്ക് മക്കളെ, നോക്കിങ്ങോട്ടെ. അപ്പോൾ ഗൈസ് ഇതിനകത്ത് ഞങ്ങൾ പിന്നെ ഒന്നുകൂടെ എന്തോ മീന് മിക്സ് ചെയ്തു. പൊള്ളാണ്ട ലുക്കാണത് ഗൈസ്. അങ്ങോട്ട് നോക്കിയാലും ഇത് മീനുവിൻ്റെ റൂമാണ് ഗൈസ്. എനിക്ക് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബ്രൂട്ടീഷ്യനും സ്വന്തമായി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി അടുത്ത് നമ്മളിടുന്നത് ബ്ലഷാണ്. ഞങ്ങളുടെ മോഡേൺ ബ്ലഷായ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ബ്ലഷായിട്ട് എനിക്ക് ബ്ലഷ് വന്നു ഗൈസ്. ആക്ച്വലി നിങ്ങൾ വിചാരിക്കും ഇതെൻ്റെ നാച്ചുറൽ ബ്ലഷാണെന്ന്, പക്ഷേ ഇതിൻ്റെ നാച്ചുറൽ ബ്ലഷാണ് ഗൈസ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് കണ്ണ് ബാലൊക്കെ എഴുതിട്ട് ഗൈസ്, ഞങ്ങൾ പറഞ്ഞതൊന്ന് മാറിപ്പോയി. ഞങ്ങൾ ചെയ്യുന്നത് ബ്രൈഡൽ മേക്കപ്പ് അല്ലായിരുന്നു, സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു. ആദ്യം ചെയ്യാൻ എനിക്കിഷ്ടമാണ്. എന്ന് ഞാൻ തന്നെ പറയും, വേറെ ആരും പറഞ്ഞില്ലേ. ഗൈസ്, എനിക്ക് അടുത്തത് ബ്രൂട്ടീഷ്യൻ എന്താ ചെയ്യാൻ പോകുന്നത്? ബ്രൂട്ടീഷ്യ എനിക്ക് മേക്കപ്പ് എടുത്ത് കൊടുത്തിട്ട് ബ്രൂട്ടീഷ്യൻ സ്വന്തമായി വിടാറുണ്ട്. ഗൈസ്, എന്നെ ഒരു കാര്യം പറഞ്ഞ് ഇവിടെ പിടിച്ചിരുത്തിയിട്ട് കുളിക്കാത്തത് കൊണ്ട് സ്വന്തം വരുന്ന മീനു. ഓ ലുക്ക് അറ്റ് ഗൈസ്, ലുക്ക് അറ്റ് ദി ഡിഫറൻസ് ഇൻ മീനുസ് ഫേസ്. എന്തോ രണ്ട് സാധനങ്ങൾ തമ്മിൽ കൂട്ടിക്കൊഴിച്ച് തേച്ചതാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിമാവും കടലമാവും കൂടെ. യു ലുക്സ് ബ്യൂട്ടിഫുൾ, യു ലുക്ക് ബ്യൂട്ടിഫുൾ. ലുക്കാണ് ലുക്സ് ആയിരുന്നു. ഗൈസ്, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മുടി സെറ്റാക്കാനാണ്. ഞാനല്ല, മീനു തന്നെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. മീനു ലംബൈ എന്ന കലാകാരിയുടെ ഉള്ളിൽ ആ ബ്രൂട്ടീഷ്യൻ എന്ന കലാകാരി ഉണർന്നിരിക്കുകയാണ് ഇപ്പോൾ. വെറുതെ കുത്തിയിരുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് ആ കൊലാകാരിയുടെ കൊല എൻ്റെ തലയിലാണ് ചെയ്യാൻ പോകുന്നത്. എന്താ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, എൻ്റെ ഹെയറും ചെയ്ത് കഴിഞ്ഞിറക്കുകയാണ്. അതിൻ്റെ കലാകാരിയാണ് ഇരിക്കുന്നത്. ഒരു അരമണിക്കൂർ എടുത്തു ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട്. ഭയങ്കരധികം കഷ്ടപ്പാടുണ്ടായിരുന്നു ഇങ്ങനെ ആക്കിയെടുക്കാൻ. പക്ഷെ അതൊന്നും ഒരു കഷ്ടപ്പാടായി കണക്കാക്കാൻ വേണ്ടി എനിക്ക് ചെയ്തു തന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ തല നനച്ചില്ല. നീ നല്ല കണക്കാതിരിക്കാൻ തുടങ്ങിയോ? ഞാനിപ്പോൾ ഇടയ്ക്ക് തല നനയ്ക്കാറുള്ളൂ ഗൈസ്. ഞങ്ങൾ അടുത്ത ഹെയർ സ്റ്റൈൽ പിടിക്കാൻ നോക്കുകയാണ്. എന്താണെന്ന് എനിക്ക് അറിയില്ല, ബ്രൂട്ടീഷിന് മാത്രമേ അറിയുള്ളൂ. എന്തൊക്കെയോ പറഞ്ഞു. ആദ്യം ഫ്രഞ്ച് എന്നൊക്കെ പറഞ്ഞു. ഫ്രഞ്ച് സ്റ്റൈലാണോ, ഇറ്റാലിയൻ സ്റ്റൈലാണോ, കൊറിയൻ സ്റ്റൈലാണോ എന്ന് എനിക്കറിയില്ല. ഏത് സ്റ്റൈലാണെങ്കിലും ഞാൻ ഇരുന്ന് കൊടുക്കുന്നുണ്ട് ഗൈസ്. ബ്രൂട്ടീഷിന് അറിയിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ചെയ്യാൻ പറ്റത്തില്ലേക്കോ, കത്രിക ഒന്നും ഇട്ടുള്ള സ്റ്റൈലൊന്നും വേണ്ട കേട്ടോ. മുടി വെട്ടിയിട്ടേക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? ഓ അങ്ങനെ, ഓ മനസ്സിലായി. മറ്റേ പിന്നെ എന്താ പിന്നാണ് ഗൈസ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോകണം. ബ്രേഡ്സ് ഒക്കെ സെറ്റായിട്ടുണ്ട് എന്നാണ് ബ്രൂട്ടീഷ്യൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് ലെങ്ത് കുറവായതുകൊണ്ട് കാണാൻ മാത്രമല്ല എന്നാണ് പറയുന്നത്. വാട്ടെവർ, എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോൾ. പക്ഷേ ക്യാമറയിൽ കാണുന്ന സാധനമൊന്നും കണ്ണാടി കാണുമ്പോൾ എടുക്കണമെന്ന്. ഓക്കെ ഗൈസ്, ഞങ്ങൾ ബുഷ് എടുക്കട്ടെ. നോക്ക് മക്കളെ, നോക്കിങ്ങോട്ടാ. ഇതെല്ലാത്തിൻ്റെയും കരവിരുതിന് പിന്നിലും ഈ കരവിരുതെല്ലാം ചെയ്തിരിക്കുന്ന കലാകാരിയാണ് ഈ നിൽക്കുന്നത്. പേര് മീനു ലംബൈ.
ഇൻസ്റ്റയിൽ മീനു എൽ എന്നാണ് അറിയപ്പെടുന്നത്. ഗോ ആൻഡ് സബ്സ്ക്രൈബ്, ഗോ ആൻഡ് ഫോളോ ഹർ ചാനൽ. ഓക്കെ, കണ്ടല്ലോ ഗൈസ്, ഇതാണ് എൻ്റെ ഇന്നത്തെ ലുക്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം മീനു? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്തല്ലോ. നീ വന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഓക്കെ, ബൈ ഗൈസ്.